ഹലോ, അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഈ ഒരു ട്യുലിപ്പ് കീ ചെയിനിൻ്റെ ഒരു എന്താ പറയുക ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അക്രിലിക് യാണും അതേപോലെ തന്നെ 3.5 mm ഹുക്കുമാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാജിക് റിങ് ഉണ്ടാക്കിയിട്ടാണ്. ഞാൻ ഓൾറെഡി കുറച്ച് ഈസി ആയിട്ടുള്ള മാജിക് റിങ് ഉണ്ടാക്കേണ്ട കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു 3-4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത ശേഷം ആ സെൻറ്ററിൽ വരുന്ന ഹോളിലാണ് നമ്മൾ മാജിക് റിങ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മാജിക് റിങ്ങിലോട്ട് ചെയ്യാൻ പോകുന്നത് 6 സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ. നോർമലായിട്ടുള്ള ഒരു 6 സിംഗിൾ ക്രോഷ്യ നമുക്ക് ഈ ഒരു മാജിക് റിങ്ങിനുള്ളിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓരോ റൗണ്ടിൻ്റെ സ്റ്റിച്ച് കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ സൈഡിൽ മേലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ആ സ്റ്റിച്ചിൻ്റെ എണ്ണം കറക്റ്റല്ലേ എന്ന് എണ്ണി നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മേ ബി കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ചെയ്യുന്നതിൽ തെറ്റ് ഉള്ളത് കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാജിക് റിങ്ങിലോട്ട് ആദ്യത്തെ റൗണ്ട് തന്നെ ചെയ്യുന്നത് 6 സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് 6 ഇൻക്രീസാണ്. ഇൻക്രീസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാണ്ടാവുമല്ലോ അല്ലേ. ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതാണ് കേട്ടോ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റൗണ്ടിലുള്ള ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഒരിക്കലും മറക്കരുത്. കാരണം നമുക്ക് എൻഡിങ് എവിടെയാണ് ബിഗിനിങ് എവിടെയാണെന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 6 ഇൻക്രീസാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ സ്റ്റിച്ചസിൻ്റെ കൗണ്ട് വരുന്നത് 12 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിൽ ഓരോ സ്റ്റിച്ചിൻ്റെ അകത്തും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. അപ്പോൾ അത് ഇൻക്രീസ് ആവും. അങ്ങനെ ടോട്ടൽ ചെയ്ത് വരുമ്പോൾ മേലെ കൊടുത്ത പോലെ 12 സ്റ്റിച്ചാണ് ടോട്ടൽ ഉണ്ടാവുക. ഇനി നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ അകത്ത് 1 സിംഗിൾ ക്രോഷ്യയും അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ അകത്ത് 2 സിംഗിൾ ക്രോഷ്യ, അതായത് ഒരു ഇൻക്രീസും കൂടെയാണ്. ഞാൻ എൻ്റെ ഈ ഒരു ട്യുലിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം ചെറിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ 18 സ്റ്റിച്ചസ് വരുന്നതാണ് എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാം. അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ്, അങ്ങനെയാണ് കേട്ടോ വരിക. നിങ്ങൾക്ക് അതിലും വലുത് വേണമെങ്കിൽ അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോൾ 3 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ്. നിങ്ങൾക്ക് ട്യുലിപ്പിന് എത്ര സൈസ് വേണോ അതിനനുസരിച്ച് ഇത് കൂട്ടി വരാം. അപ്പോൾ ഈ ഒരു തേർഡ് റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് 1 സിംഗിൾ ക്രോഷ്യയും 1 ഇൻക്രീസും വെച്ചിട്ടാണ്. അങ്ങനെ ടോട്ടൽ എണ്ണി നോക്കുമ്പോൾ 18 സ്റ്റിച്ചസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ 4 മുതൽ 10 വരെ റൗണ്ടിൽ ചെയ്യുന്നത് ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് കേട്ടോ. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ട്യുലിപ്പിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റൗണ്ടും അതേപോലെ തന്നെ 4 മുതൽ 10 വരെയുള്ള റൗണ്ടും ഇതേപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ വെച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കുറച്ചുകൂടെ ഹൈറ്റിലാണ് ആ ഒരു ഫ്ലവർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എത്ര വേണമെങ്കിലും, ഇപ്പോൾ 10 എടുക്കാം, 11 എടുക്കാം, റൗണ്ട് 12 എടുക്കാം, നിങ്ങളെ ഇഷ്ടം പോലെ. അങ്ങനെ ഓൾമോസ്റ്റ് 10ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ നമ്മളെ ട്യുലിപ്പ് ഈ ഒരു സൈസിലാണ് കേട്ടോ വരുന്നത്. ഇത്രയും ഹൈറ്റാണ് നമ്മൾ ട്യുലിപ്സിനുണ്ടാവുക. അതിനുശേഷം നമ്മളിത് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്, ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്നുള്ളത്. നമ്മൾ ഈ റൗണ്ടെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഒരു യാണ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ വിടേണ്ടതാണ്. കാരണം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് മേലെ ക്ലോസ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ഒന്ന് തിരിച്ചിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള സ്റ്റിച്ചസ് കിട്ടും. നമ്മളിപ്പോൾ ഒരു ട്യുലിപ്പിൻ്റെ ചാമാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലത്തെ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയെടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു ചെയിനാണ്. ഇത് നോർമൽ നമുക്ക് ഏത് കളർ വേണേൽ യൂസ് ചെയ്യാം. ഗ്രീൻ യൂസ് ചെയ്യേണ്ടവർക്ക് ഗ്രീൻ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കോട്ടൺ യാണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു യാണിൻ്റെ ലെങ്ത്ത്, അതായത് നമുക്ക് ബാഗിൻ്റെ അകത്ത് ചാമാക്കിയിടാൻ വേണ്ടിയിട്ട് എത്ര ലെങ്ത്തിൽ വേണോ അത്ര ലെങ്ത്തിൽ നിങ്ങൾക്കിത് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, അതിൻ്റെ എൻഡിലും അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലും കുറച്ച് അധികം യാണ് വെക്കുക. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ട്യുലിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മൾ ആ മാജിക് റിങ് ഉണ്ടാക്കിയില്ലേ, അവിടെയുള്ള ആ സ്പേസിലുള്ള ചെറിയ യാണുണ്ടാവും, അതിൻ്റെ കൂടെ ഇത് നമുക്ക് കെട്ടി വെക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി കെട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുപോകാൻ ചാൻസ് ഇല്ല. അപ്പം നമുക്കിത് നല്ലപോലെ 2 സൈഡിലും ആ ഒരു യാണ് നമ്മുടെ ഹുക്ക് വെച്ചെടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി കെട്ടി വെക്കാം. ഈ ഒരു മെത്തേഡിൽ നമുക്ക് 2 സൈഡിലും ഇതേപോലെ തന്നെ നല്ല ടൈറ്റാക്കി കെട്ടി വെക്കാം കേട്ടോ. ഇതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ആ ഒരു പോളി ഫൈബർ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ഇത് രണ്ടും ടൈറ്റാക്കി കെട്ടിയ ശേഷം നമുക്കിതിൻ്റെ അകത്തോട്ട് ഫില്ലിങ്സ് എന്ത് വേണമെങ്കിലും ഇടാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ കഷ്ണം
ക്ലോത്ത് ആണെങ്കിലോ അതേപോലെ തന്നെ മുറിച്ച് വെച്ച യാണിൻ്റെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവില്ലേ, അതോ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇത് വല്ലാണ്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യുന്നില്ല, നമുക്ക് മേലെ കുറച്ച് നല്ല രീതിക്ക് ക്ലോസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈബർ അതിൻ്റെ അകത്തോട്ട് അധികം ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടുള്ള ആ ഒരു പീസ് വെച്ചിട്ട് നമുക്കതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, അതേപോലെ തന്നെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ട്യൂലിപ്പിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നവരെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അകത്ത് അധികം ഫില്ലിങ്സ് കൊടുക്കേണ്ട എന്നുള്ളത്. അതിൻ്റെ റീസൺ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലല്ലേ. ആ ഒരു വൈറ്റ് കളറ് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുമ്പം അത്യാവശ്യം കുറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്കിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 2 സൈഡിലും ഈ ഒരു സൂചി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെയാണ് കേട്ടോ നമുക്ക് ആ ട്യൂലിപ്പിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നത്. നിങ്ങളെ കംഫർട്ടും അതേപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഔട്ട്ലുക്കും എങ്ങനെയാണ് വരുന്നതിനനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ എത്ര സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓവറായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊളാക്കണ്ട. പറ്റുന്ന പോലെ തന്നെ നല്ല രീതിക്ക് ആ ഒരു ഷേപ്പ് മേലെ ആക്കി എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടാത്ത എക്സസ് ആയിട്ടുള്ള യാണ് നമുക്ക് കട്ട് ചെയ്തും കളയാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ സ്റ്റേജ് വരുന്നത്. ഇതൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഫിനിഷ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ട്യൂലിപ്പ് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക.